ഹലോ ഗൈസ്, നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇറാൻ US യുദ്ധത്തെ പറ്റിയാണ്. അപ്പം ഇറാൻ്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെല്ലാം US ഇസ്രയേലും തകർത്തിരിക്കുകയാണ്. പക്ഷേ കുറച്ച് ബാലിസ്റ്റിക് മിസൈലുകൾ 90% തകർത്തെങ്കിലും കുറച്ച് ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളും നെയ്ബറിങ് കൺട്രീസായ ബഹ്റൈൻ, ഖത്താർ, സൗദി അറേബ്യ, UAE വിടുന്നുണ്ട്. അത് ഏകദേശം ഒരാഴ്ചക്കുള്ളിൽ ആ റോക്കറ്റ് ലോഞ്ചറുകളും കൂടെ തകർത്ത് കഴിഞ്ഞാൽ IRGCക്കും ഇറാൻ്റെ ഭരണകൂടത്തിനും ഭരണമാറ്റം സംഭവിക്കാൻ നല്ല ചാൻസ് ഉണ്ട്. അപ്പം ഇറാനിയൻ ജനത ഫ്രീഡം ആഗ്രഹിക്കുന്നതാണ്, യൂത്ത് എല്ലാം ഫ്രീഡം ആഗ്രഹിക്കുന്നവരാണ്. ഖമേനിയുടെ ഭരണത്തിൽ ഒരു 40 വർഷത്തോളമായി കഷ്ടത അനുഭവിക്കുന്ന യൂത്തിന് അവർക്ക് ഫ്രീഡം കിട്ടാൻ US-ൻ്റെ ഈ ആക്രമണത്തോടുകൂടി US-ൻ്റെ അറ്റാക്കോടുകൂടി ഹെൽപ്പായിട്ടുണ്ട്. പക്ഷേ ഇറാനിയൻ ഗവൺമെൻറ് ഏകദേശം യൂത്തിനെ ഒരു 40,000-ഓളം പേരെ കൊന്നൊടുക്കിയിരുന്നു. അപ്പം അവരിപ്പം സന്തോഷത്തിലാണ്. ഇസ്രയേലും US-ഉം ചേർന്ന് ഇവരുടെ ഇസ്ലാമിക് ഭരണകൂടത്തിനെതിരെ ആക്രമണം നടത്തുന്നതുകൊണ്ട് യൂത്ത് വളരെ ഹാപ്പിയിലാണ്. പിന്നെ അടുത്തത് നമ്മളുടെ യുക്രൈൻ റഷ്യ വാറാണ്. യുക്രൈൻ റഷ്യ വാറിൽ റഷ്യ ഒരുപാട് സ്ഥലങ്ങളിൽ ലക്ഷക്കണക്കിന് ആൾക്കാർ റഷ്യൻസ് മരിച്ചിരിക്കുകയാണ്. ഉക്രൈൻസും അതുപോലെ മരിക്കുന്നുണ്ട്. പക്ഷേ എന്നാലും പുടിൻ്റെ ഒരു പിടിവാശി കാരണം യുദ്ധം നീണ്ടുപോവുകയാണ്. ഇറാൻ US യുദ്ധം അവസാനിച്ചാൽ ഉടൻ തന്നെ പുടിനും യുദ്ധം അവസാനിപ്പിക്കാൻ ചാൻസ് ഉണ്ട്. കാര്യം വെച്ചാൽ പുടിന് കുറച്ച് ആയുധങ്ങളൊക്കെ കിട്ടുന്നത് ഇറാനിൽ നിന്നാണ്. അപ്പം ഇനിയും ഇറാനിലെ പുതിയ ഗവൺമെൻറ് വരുന്നതോടെ റഷ്യക്ക് ഡ്രോണുകളൊന്നും കിട്ടാതെ വരും. അതുകൂടാതെ തന്നെ അമേരിക്കയുടെ ശ്രദ്ധ കൂടുതൽ റഷ്യ ഉക്രൈൻ വാറിലോട്ട് ചെല്ലാൻ ചാൻസ് ഉണ്ട്. അപ്പം കൂടുതൽ പുടിൻ്റെയും ഈ ഉക്രൈൻ യുദ്ധം അധിനിവേശം അവസാനിക്കാൻ ചാൻസ് ഉണ്ട് ഇതിനുശേഷം. അപ്പോൾ നമുക്ക് കാത്തിരുന്ന് കാണാം. ഓക്കെ, ബൈ.